ഹലോ ഡിയേഴ്സ്, 2026 നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിൽ +2 എഴുതി പിന്നീട് കീം എഴുതിയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരുടെ ആ ഒരു നോർമലൈസേഷനിൽ പുതിയ ഫോർമുലയാണല്ലോ അത് വലിയ രീതിയിൽ ബാധിക്കും. കേരള 2026 +2 എഴുതിയ സ്റ്റുഡൻസിൻ്റെ മാർക്ക് കുറയാൻ കാരണമായേക്കാം എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അതിനകത്ത് കുറയുന്നത് ഒരിക്കലും അത് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനകത്ത് നോർമലൈസ്ഡ് ആയിരിക്കണം, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ അതിനകത്ത് ഇഷ്യൂ കേരള 2026 സ്റ്റുഡൻസിന് വളരെ അതിനകത്ത് മാർക്ക് കുറയുന്ന രീതിയിലാണ്. എന്താണ് അതിനകത്തെ കാര്യം എന്ന് നമുക്ക് നോക്കാം. സോ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. പൊതുവേ ഈ ഒരു കീം എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞ വർഷമൊക്കെ വലിയ ഒരു തലവേദനയായിരുന്നു. അങ്ങനെ എപ്പോഴും സ്റ്റേറ്റ് വേഴ്സസ് CBSE ആണ് അതിനകത്ത് പ്രോബ്ലം ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അതിനകത്ത് അതിനേക്കാളും ഉപരി മറ്റു ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പം അതിനകത്തെ ഞാൻ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിനെ എങ്ങനെ ബാധിക്കും എന്ന് പറയാം. അതിന് മുന്നേ പൊതുവേ CBSEയിൽ അതിനകത്ത് ടോപ്പേഴ്സിൻ്റെ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് എക്സാം ഈസി ആണല്ലോ. അപ്പം ടോപ്പർ എപ്പോഴും ഫുൾ മാർക്കിലോട്ട് പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ്. മാത്സ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഈസി ആയിരുന്നു. ഫുൾ മാർക്കിലോട്ടൊക്കെ അതിനകത്ത് ഞാൻ കഴിഞ്ഞ വർഷത്തെ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെ ടോപ്പർ ഇതിനകത്ത് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്തു. കാരണം കഴിഞ്ഞ വർഷം മാത്സ് വളരെ ഈസി ആയിരുന്നു. പിന്നെ CBSEയുടെ കേസിൽ നോക്കുമ്പം ഞാൻ അതിനകത്ത് ഡാറ്റ കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ലഭിച്ചത് ഇങ്ങനെയാണ്. 2023 497 ടോപ്പർ, അതായത് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 499, 2025 498. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. അപ്പം അതിനകത്തെ ഇതൊന്നുമല്ല അതിനകത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇപ്പോഴത്തെ ഫോർമുല എന്ന് പറയുന്നത് 5:3:2 ആണ്. അതിനകത്ത് തന്നെ മാത്സ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, സപ്പോസ് ഇപ്പം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് X ബൈ ടോട്ടൽ നിങ്ങളുടെ ടോപ്പറിൻ്റെ മാർക്ക് ഇൻറ്റു 150 ആണ് മാത്സിൽ വരുന്നത്. അപ്പോൾ ടോപ്പറിൻ്റെ മാർക്ക് കുറയും തോറും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യും, അതിനകത്ത് നിങ്ങളുടെ ആ ഒരു സ്കോർ നോർമലൈസ്ഡ് സ്കോർ കൂടി വരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്തായാലും ടോപ്പറിൻ്റെ മാർക്ക് ഇത്തവണ എന്തായിരിക്കുമെന്ന് നമുക്ക് അത് ടോട്ടൽ ടോപ്പറിൻ്റെ അല്ല, മാത്സിലെ ഓരോ സബ്ജക്റ്റിലെയും നോക്കിയിട്ട്. അപ്പം ചിലപ്പം ഈ 498 എന്ന് പറയുമ്പോൾ മാത്സിൽ ചിലപ്പം ഫുള്ളായിരിക്കാം. അപ്പം അങ്ങനെ എന്തായാലും ഓരോ സബ്ജക്റ്റിലെയുമാണ് നോക്കുന്നത്. അപ്പം X ബൈ അപ്പം ടോപ്പർ ഇപ്പം ഫിസിക്സിലാണെങ്കിൽ ടോപ്പറിൻ്റെ ഇൻറ്റു 90 ആണ്. അപ്പം കിട്ടുന്ന സ്കോറാണ് വരിക. പിന്നെ കെമിസ്ട്രിയിലാണെങ്കിൽ X നിങ്ങൾക്ക് കിട്ടിയ കെമിസ്ട്രിയിലെ മാർക്ക് ബൈ ടോപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് ഇൻറ്റു നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് ബൈ ടോപ്പറിൻ്റെ മാർക്ക്, അതായത് കെമിസ്ട്രിയിലെ ടോട്ടൽ മാർക്ക് ഇൻറ്റു 60. അപ്പോൾ അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് 300 അതിനാക്കിയിട്ടൊരു മാർക്ക് അപ്പം കിട്ടും. 150, 90, 60, 300 ആയാലും. പിന്നെ നിങ്ങൾക്ക് കീം എക്സാം 75 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന്, 45 ഫിസിക്സ്, 30 കെമിസ്ട്രി. അങ്ങനെ വരുമ്പം അവിടെയും 150 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 600 സ്കോർ വരിക. പക്ഷേ അതിനെ നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റ് കാര്യങ്ങളുമായിട്ട് നോക്കിയിട്ടും പെർസെൻറ്റേജിലും ഒക്കെ അതിനകത്ത് നോക്കി അതിനെ നോർമലൈസ് ചെയ്തിട്ട് അതിനെയും എന്തെടുക്കും 300 മാറ്റിയിട്ട് അതിനകത്ത് 300 അതിൻ്റെ സ്കോറും വരിക. അങ്ങനെ 300 ആ സ്കോറും നമ്മുടെ സ്റ്റേറ്റിലെ നിങ്ങളുടെ മാർക്കിൻ്റെ 300 സ്റ്റേറ്റ് അല്ലെങ്കിൽ CBSE ഏതാണ് നിങ്ങളുടെ സിലബസ് അതിലെ 300 നോക്കിയിട്ടാണ് നിങ്ങളുടെ മാർക്ക് ടോട്ടലി 600 അതിനകത്ത്. 600 നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് അതിനകത്ത് ലിസ്റ്റ് വരും. അപ്പം പക്ഷേ ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷനിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പൊതുവെയുള്ള CBSE വേഴ്സസ് സ്റ്റേറ്റിനേക്കാളും ഇത്തവണ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേഴ്സസ് സ്റ്റേറ്റ് തന്നെയാണ്. കാരണം ഒരുപാട് പേര് കീമിന് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാകും. 2025 എക്സാം എഴുതിയവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോർമുലയും ഇതന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് നോക്കിയ സമയത്ത് എനിക്ക് അതിനകത്ത് അറിയാൻ സാധിച്ചത് സെയിം ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് മാറ്റം എവിടെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. അതായത് 2025 എഴുതിയവരാണെങ്കിൽ അവർക്ക് അവരുടെ മാത്സിന് കിട്ടിയ മാർക്ക്, കാരണം 2025 മാത്സ് എക്സാം വളരെ എളുപ്പമായിരുന്നു. പിന്നെ അവരുടെ ടോപ്പറിൻ്റെ മാർക്ക്, അപ്പം ടോപ്പറിൻ്റെ മാർക്ക് എന്ന് പറയുമ്പം അതും ഫുൾ മാർക്ക്. അപ്പോൾ അറൗണ്ട് 2025 എക്സാം എളുപ്പമായിരുന്നു. ടോപ്പറിന് ഇപ്പം 120 നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. 120 ടോപ്പറിൻ്റെ മാർക്ക് ഇൻറ്റു 150. അപ്പോൾ അവിടെ എന്താണ് 150 എന്നുള്ള രീതിയിൽ വന്നു, ഹയർ മാർക്ക് വന്നില്ലേ ഫുൾ മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിന്. അല്ലെങ്കിൽ ഇപ്പം 100 വന്നതെങ്കിൽ ആ രീതിയിൽ വരും. പക്ഷേ 2026 നോക്കുമ്പം എന്താണ് പ്രശ്നം, 2026 ടോപ്പറിന് എന്തായാലും മാത്സ് ഇപ്പം 2026 മാത്സ് എക്സാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടും ടോപ്പറിൻ്റെ മാർക്കിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. കാരണം ടോപ്പർ എപ്പോഴും ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക എക്സ്ട്രീം കാറ്റഗറി തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മാത്സിൽ. അപ്പം പക്ഷേ ആവറേജ് അല്ലെങ്കിൽ പൊതുവേ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മാർക്ക് അവിടെ കുറവായിരിക്കും 2025 അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം ഇത്തവണ മാത്സ് എക്സാം വളരെ ടഫായിരുന്നു 2025 നോക്കുമ്പോൾ. 2025 വളരെ ഈസി ആയിരുന്നു. 2026 ആണെങ്കിലോ ഇതുവരെ നടന്നതിൽ പൊതുവെ +2 മാത്സിൽ ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നോർമലൈസേഷൻ വരുമ്പോൾ ഇവിടെ 2026 സ്റ്റുഡൻസിന് മാർക്ക് കുറയുവാൻ വലിയ ഒരു രീതിയിൽ ഇതിനകത്ത്
കാരണമാകുമെന്നുള്ളതാണ്. കാരണം ഒരുപാട് റിപ്പീറ്റേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ അവരുടെ മാർക്ക് അവരുടെ ആ വർഷത്തെ ടോപ്പറായിട്ട് കമ്പയർ ചെയ്യുക 2025. പക്ഷേ ആ വർഷ ടോപ്പറും ഈ വർഷ ടോപ്പറൊക്കെ ഫുൾ മാർക്ക് ടോപ്പറിൻ്റെ മാർക്ക് ഫുൾ തന്നെ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ മാർക്കാണ് ഇതിനകത്ത് ഇത്തവണ 2026 കുറവ് വരാൻ സാധ്യത. മനസ്സിലായില്ല. അതുകൊണ്ട് എന്തായാലും മാർക്ക് കുറയുമോ എന്നുള്ള റിസൾട്ട് വന്നിട്ട് നമുക്ക് അറിയാൻ സാധ്യതയുള്ളൂ. പക്ഷേ എക്സാമിൻ്റെ ടഫ്നെസ് നോക്കുമ്പോൾ മാർക്ക് കമ്പാരിറ്റീവ്ലി കുറയുവാനാണ് സാധ്യത. കാരണം എക്സാം കഴിഞ്ഞ സമയത്തെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ആ ഒരു റിയാക്ഷൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പൊതുവേ സ്റ്റുഡൻസിന് അതിന് ടഫായിരുന്നു, മാർക്ക് കുറയുവാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പം കീമിൻ്റെ നോർമലൈസേഷനിൽ 2026 സ്റ്റുഡൻസ് ഒരുപാട് പിറകോട്ട് പോകും. പക്ഷേ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് പക്ഷേ അതിനകത്ത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അതിനകത്ത് വലിയ ഒരു ഇഷ്യൂ. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് നിങ്ങൾ അതിനകത്ത് മാർക്ക് കൂടിക്കഴിയുമ്പോൾ ഈ വർഷം അത് പരിഗണിക്കില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം അത് പരിഗണിക്കേണ്ടി വരില്ലേ? അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ? അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പം ഈ വർഷങ്ങളിലെ നമ്മുടെ എക്സാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നെങ്കിൽ, എല്ലാ വർഷവും ഒരുപോലെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എക്സാം ആയിരുന്നെങ്കിൽ അതിനകത്ത് കേരള +2 ഒരു പ്രശ്നം അതാണ്. ഒരു സമയത്ത് ചില സബ്ജക്റ്റുകൾ ഭയങ്കര ഈസി, ചില സബ്ജക്റ്റുകൾ ഭയങ്കര ടഫ്, അങ്ങനെയല്ല. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പാറ്റേൺ എക്സാമിന് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോഴേ കീമിൻ്റെ നോർമലൈസേഷൻ അതിനകത്ത് നീതി നടപ്പാകൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പം ഇനിയിപ്പം നിങ്ങൾ അതിനകത്ത് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കീം നീറ്റുമായി ഒക്കെ ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.